ഹലോ. അപ്പം നമുക്ക് ഇന്ന് നമുക്ക് നല്ല കണവ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ മീൻ ചേച്ചി കൊണ്ടുവന്ന മീനാണ്. അപ്പം ഞാനത് എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സാറ്റർഡേ അല്ലേ, പിള്ളേരൊക്കെ വീട്ടിലുള്ളതല്ലേ, അപ്പോൾ അവർക്ക് സമാധാനത്തിൽ കഴിക്കാമല്ലോ. അങ്ങനെ ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ഐസ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് ഐസൊക്കെ സെറ്റായി വരട്ടെ. അപ്പം നമുക്ക് ഇത് അതിൻ്റെ ഒരു നല്ലൊരു കറി ഞാൻ വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം, കാരണം 12 മണിയായിട്ടുണ്ട്. എപ്പോൾ ഉണ്ണാൻ വരും കേട്ടോ. നമ്മൾ വെയിലത്തെ കുറച്ച് മസാല വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജാറ് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കല്ലൊന്നുമില്ല, അത് പട്ടയാണ്, അതങ്ങ് വെച്ചേ. സ്റ്റാർ വരും ഇതിനകത്ത് അതിനകത്ത് കളിക്കട്ടെ. നല്ല വെയിലുണ്ട്, വെളിയിൽ നല്ല വെയിലുണ്ട്. നോക്കെ നല്ല വെയിലുണ്ട്. അപ്പം നമുക്കിവിടെ പ്ലാസ്റ്റിക്കൊക്കെ നിൽക്കൊണ്ട് കേട്ടോ, നല്ല വില. അതുപോലെ അവിടെ നിൽക്കുന്ന പ്ലാസ്റ്റിക് നല്ല പഴുത്തതാണെന്ന് തോന്നുന്നു. നമുക്ക് പിച്ച ഒരു പ്ലാസ്റ്റിക് പഴുത്ത് നിൽക്കുന്നുണ്ട്. സൂം ചെയ്ത് കാണിച്ചുതരാം. എൻ്റെ ഹാജുവിന് ഭയങ്കര ഇഷ്ടമാണ് പ്ലാസ്റ്റിക്. അപ്പോൾ നമുക്കത് ഇങ്ങനെ പിച്ചും. ഇക്ക വരണം, ഇക്ക വന്നാലേ പിച്ചാൻ പറ്റത്തുള്ളൂ. ഇക്ക വരട്ടെ, ഇക്ക വന്നിട്ട് പിച്ചാം. ഇനിയിപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി കറിയൊക്കെ വെക്കട്ടെ. വാപ്പിച്ച് വന്നിട്ട് പിച്ചാൻ പറഞ്ഞാൽ വാപ്പിച്ച് വന്നിട്ട് പിച്ചാം കേട്ടാ. നമ്മൾ മസാല താണ്ട ചൂടോട് ഞങ്ങൾ പൊടിച്ചു കേട്ടോ. പെട്ടെന്ന് കറി വയ്ക്കാനുള്ള പ്ലാനിങ്ങിനാണ് കേട്ടോ ഞാൻ. അങ്ങനെ 12 മണിയായപ്പോഴാണ് ഞാൻ അടുക്കളയിൽ കയറിയത്. സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു, അങ്ങനെ സ്റ്റിച്ചിങ് ഞാൻ കൂടെ നോക്കുന്നത് ക്യാമറ ഓണാണോ എന്ന് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഞാൻ ഉള്ളിയൊക്കെ തൊലിക്കുകയാണ്. അതിനുശേഷം കറി വെക്കണം. 1 മണി ആവാറായിക്കോ, 1 മണിയാകുമ്പം വരും. പക്ഷേ കറി വെക്കുന്നതിൻ്റെ ഒന്നും ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം ധൃതിക്കാണ് കേട്ടോ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റ് 1 മണിയാകുമ്പോൾ ഇക്ക വരും. അപ്പോൾ ഇക്കാക്ക് ഫുഡ് കൊടുക്കണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് സ്പീഡിനെല്ലാം ആക്കുവാണ്. ഉള്ളിയൊക്കെ നേരത്തെ തൊലിച്ച് വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ദാണ്ട് പെട്ടെന്ന് കറിയൊക്കെ ആക്കി. അങ്ങനെ ഇക്ക വന്നു. അങ്ങനെ ഇക്കാക്ക് ഫുഡൊക്കെ ദാണ്ട് കൊടുക്കുവാണ് കേട്ടോ. ഞങ്ങളങ്ങനെ ചോറ് കഴിക്കാനിരുന്ന്. നല്ല ചൂട് ചോറും ദാണ്ട് നമ്മുടെ കണവക്കറി വെക്കുന്നതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ഇനി ആവട്ടെ കേട്ടോ. കണവക്കറിയും പിന്നെ പപ്പടമായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഉച്ചലത്തെ ഫുഡ്. കാരണം കണവക്കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട ഇവർക്ക്, അത് മാത്രം മതി. മോരോ അങ്ങനെ തൈരോ പുളിശ്ശേരിയോ അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ട. അവർക്ക് ഈ കണവക്കറിയും പപ്പടവും ചോറും ആണെങ്കിൽ അടിപൊളിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യണം. ബൈ.